O my soul, this is not the place of despair. As long as mine eyes can find a promise in the Bible, as long as there is a moment left me of breath or life in this world, so long will I wait or look for mercy. എൻ്റെ ആത്മാവേ, നീ വിഷാദിക്കേണ്ട സമയമല്ലിത്. ദൈവത്തിലൊരു വാഗ്ദത്തം എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം, കൃപയെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നിമിഷമെങ്കിലും ഭൂമിയിൽ ജീവിക്കുവാൻ അവസരമുണ്ടെങ്കിൽ, ആ സമയം വരെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ കാത്തിരിക്കും. ഈ പ്രസിദ്ധമായ വാചകം പറഞ്ഞത് കഷ്ടതയിലും ദൈവകൃപയ്ക്കായി കാത്തിരുന്ന ജോൺ ബെനിയനാണ്. നിങ്ങൾ ഇന്നെന്നെ തടവറയിൽ നിന്നും മോചിപ്പിച്ചാൽ നാളെ ഞാൻ സുവിശേഷം പ്രസംഗിക്കും. സുവിശേഷം പ്രസംഗിച്ചതിന് 12 വർഷം ജയിൽവാസം അനുഭവിച്ച ജോൺ ബെനിയൻ അധികാരികളോട് പലപ്പോഴും പറയാറുണ്ടായിരുന്ന വാക്കുകളാണിവ. 1628 ഇംഗ്ലണ്ടിലെ ബെഡ്ഫോർഡിനടുത്തുള്ള എൽസ്റ്റോ എന്ന സ്ഥലത്ത് ബെനിയൻ ജനിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് അധികം വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. ഒരു തകരപ്പണിക്കാരൻ്റെ ജോലി സ്വീകരിച്ച് ജീവിതം തള്ളി നീക്കി. ഒരിക്കൽ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പള്ളിയിൽ പോകാൻ നിർബന്ധിതനായി തീർന്നു. അവിടെ വെച്ച് സുവിശേഷം കേൾക്കുകയും ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിനായി സമർപ്പിക്കുവാനുമിടയായി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണയെ തുടർന്ന് പള്ളിയിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും സുവിശേഷം പ്രസംഗിപ്പാൻ ആരംഭിച്ചു. 1659 ചാൾസ് രണ്ടാമൻ രാജാവായതോടുകൂടി സുവിശേഷ പ്രവർത്തനം തടയപ്പെട്ടു. രാജകൽപ്പനയുടെ മുമ്പിൽ താൻ തളർന്നില്ല. 1660 സുവിശേഷം പ്രസംഗിച്ചതിനാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. നീണ്ട 12 വർഷത്തെ ജയിൽവാസം കഷ്ടതയുടെ ദിനങ്ങളായിരുന്നുവെങ്കിലും യേശുവിൽ താൻ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിച്ചു. ലോക പ്രശസ്തമായ പരദേശി മോക്ഷയാത്ര എന്ന വിശിഷ്ട ഗ്രന്ഥം ഈ കാരാഗ്രഹവാസ സമയത്ത് ചമച്ച കൃതിയാണ്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിയപ്പെട്ട പ്രസിദ്ധ ഗ്രന്ഥമാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര. 1672 ജയിൽ മോചിതനായ ജോൺ ബെനിയൻ ലണ്ടനിലെ ഒരു അറിയപ്പെടുന്ന പ്രസംഗകനായി തീർന്നു. സഭയുടെ ഇരുണ്ട കാലഘട്ടത്തിൽ നവോത്ഥാനത്തിൻ്റെ വീരശബ്ദം മുഴക്കി പാപികളെയും പാവപ്പെട്ടവരെയും കണ്ടെത്തി അവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതിൽ താൻ ആനന്ദം കണ്ടെത്തി. 1688 ഓഗസ്റ്റ് മാസം 31 ജോൺ ബെനിയൻ എന്ന ആ മനുഷ്യൻ കഷ്ടതയിലും ദൈവകൃപയ്ക്കായി മാത്രം കാത്തിരുന്ന ആ ഭക്തൻ കഷ്ടതയില്ലാത്ത നാട്ടിലേക്ക് കടന്നുപോയി. മരിക്കുന്നതിന് മുമ്പ് ബെനിയൻ പറഞ്ഞ അവസാന വാചകം ഇങ്ങനെയായിരുന്നു: ടേക്ക് മീ ഫോർ ഐ കം ടു thee. എന്നെ എടുക്കൂ, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു എന്നായിരുന്നു. നീണ്ട 12 വർഷത്തെ ജയിൽവാസത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നോ ദൗത്യത്തിൽ നിന്നോ അകറ്റി നിർത്തുവാൻ കഴിയാതെ കർമ്മനിരതനായി തന്നെ ജീവിതം നയിച്ച ജോൺ ബെനിയൻ സുവിശേഷ പ്രവർത്തകർക്ക് ഇന്നും ഒരു ആവേശമാണ്. ഡിയർ ഫ്രണ്ട്സ്, നാം നേരിടുന്നതോ നേരിടുവാൻ സാധ്യതയുള്ളതോ ആയ കഷ്ടതകളും പ്രതിസന്ധികളും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി മുഖാന്തരമായി തീരട്ടെ. ഏതു സാഹചര്യത്തിലും തളർന്നു പോകാതെ ഊർജ്ജസ്വലരായി നിൽക്കുവാൻ നാം കാത്തിരിക്കേണ്ടിയത് മറ്റൊന്നിനുമല്ല, ദൈവകൃപയ്ക്കാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.